ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാസ്കിൻ ടേപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ ഇത്ര നാളും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും മാസ്കിൻ ടേപ്പ് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഒരുമാതിരിപ്പെട്ടവർക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം നമ്മൾ പുതിയതായിട്ട് പെയിൻറ്റിങ് പണിക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും പഴയ പണിക്കാരാണെങ്കിലും ശരി, അവർക്ക് ഇപ്പോഴും അറിയില്ല നമ്മൾ മാസ്കിൻ ടേപ്പിൻ്റെ ഉപയോഗം. അവർ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ട് നമ്മളത് ലൈം അടിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് നമ്മൾ അടിക്കാൻ നേരത്ത് മറ്റു സൈഡിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നു. അതാണ് അവരുടെ ചിന്ത. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ എന്ത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെയൊക്കെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വരുന്ന ആൾക്കാർ കാണിച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവർ ജനലിൻ്റെ അല്ലെങ്കിൽ കതകിൻ്റെ സൈഡൊക്കെ അടിക്കാൻ നേരത്ത് മാസ്കിൻ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടായിരിക്കും അടിക്കുന്നത്. അപ്പം നമ്മളത് വലിച്ച് ഇളക്കി കഴിയുമ്പോൾ കാണാം, ആ മാസ്കിൻ ടേപ്പ് ഇളക്കിയെടുത്തോട്ട് പെയിൻറ്റ് ഇറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കെന്തോ ഒരു അഭംഗിയായിട്ട് അത് തോന്നും. എന്നിട്ട് പിന്നെ നമ്മളത് ബ്രഷ് ഇട്ട് ക്ലിയർ ചെയ്യാൻ നോക്കും. അപ്പോൾ എത്ര ബ്രഷ് ഇട്ട് ക്ലിയർ ചെയ്താലും നമ്മൾ ആ കറക്റ്റ് ലൈൻ നമുക്ക് കിട്ടത്തില്ല. അപ്പം അതെങ്ങനെ നമുക്കിന്ന് ലൈൻ ക്ലിയറായിട്ട് കിട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിയിട്ട ഭിത്തിയെ ചെയ്യുന്ന വർക്കല്ല ഞാൻ ഈ കാണിക്കുന്നത്. മാസ്കിൻ്റെ പൊട്ടിക്കുന്ന വർക്ക്, പുട്ടിയിട്ട ഭിത്തിയെ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ചെയ്യണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ പുട്ടിയിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഭിത്തിയൊക്കെ നല്ല ലെവലായിരിക്കും. അപ്പം നമ്മളവിടെ അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ പുട്ടിയൊന്നും ഉപയോഗിക്കാതാണ് അവർ വീടൊക്കെ പെയിൻ്റ് അടിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പുട്ടിയിടാതെ ഉപയോഗിക്കുന്ന വീടുകൾക്ക് വേണ്ടി മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ. കാരണം അത് ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ ഇതിനകത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ പുട്ടിയിട്ട പെയിൻറ്റിനകത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യമുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മൾ 2 കോട്ട് അടിച്ചിട്ട് നമ്മൾ മാസ്കിൻ ടേപ്പ് ഇളക്കുവാണ്. ഇപ്പോൾ മാസ്കിൻ ടേപ്പ് ഇളക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതല്ലേ, ഇപ്പം മാസ്കിൻ ടേപ്പ് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈറ്റിലൊക്കെ കയറി ജോലി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിയ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. ആദ്യത്തെ 1-2 ദിവസമൊക്കെ വന്ന് നമ്മളെ സഹായിക്കും. അതുകൂടാതെ ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പം എല്ലാവരും അത് കണ്ട് നിൽക്കും. ഇതിപ്പം ഞങ്ങൾ 2 നിലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകം ഇത് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ലൈൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ എല്ലാ വര നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ക്ലിയറായിട്ടാണോ നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ഹൈറ്റിലായതുകൊണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. അതേസമയം നമ്മൾ താഴെ നിന്നിട്ടാണ് നമ്മളിത് ചെയ്യുമ്പം ആൾക്കാർ ശ്രദ്ധിക്കും. ഇതെന്തുവാടാ ലൈൻ അടിച്ചിട്ട് പെയിൻ്റെല്ലാം എന്താണ് ചാടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പായിട്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റല്ലേ? അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശകലം സമയം നമുക്ക് എടുക്കും, അത് ഉറപ്പാണ്. എന്തൊക്കെയാണെങ്കിലും സമയം എടുക്കും. പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ നോടണ്ട. അപ്പം ഞാൻ ഇവരെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വർക്കാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ലൈൻ അടിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അതും മറ്റേതും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾ നോക്കി കണ്ടില്ലേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കുക. നമ്മൾ അതിന് വേണ്ടി ആദ്യം ഇപ്പം ഞാൻ ബെർജറിൻ്റെ പുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പുട്ടിയും നമുക്ക് എടുക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ പുട്ടി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി, ഒത്തിരി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ലൂസാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു 2 നമുക്ക് കൈക്കകത്ത് ശകലം, 2 വട്ടം നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒത്തിരി ലൈൻ അടിക്കാനുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുത്തത്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മളതെടുത്തൊരു ചെറിയ 1 ലിറ്ററിൻ്റെ ഒരു പാട്ടൊക്കെ എടുത്തിട്ട് നമ്മളതിങ്ങനെ ചെറുതായിട്ട് ലൂസാക്കും. അപ്പോൾ ലൂസാക്കുമ്പോൾ നല്ലതായിട്ട് നിങ്ങൾ ലൂസാക്കണം. ഇതിപ്പോൾ ഞാൻ ശകലം കട്ടിക്കാണ് എടുത്തത്. കാരണം വെച്ചാൽ നമ്മൾ മണ്ടയ്ക്കായിട്ട് തന്നെ മണ്ടയ്ക്കൊന്നും എപ്പോഴും ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പം തീരെ ലൂസാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ അത് പൊടിയിട്ട് ക്ലിയർ ആക്കാനും പറ്റില്ല. ഒരുമാതിരി കട്ടിക്കാണ് ഞാൻ എടുത്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ലൂസാക്കി തന്നെ നമ്മൾ എടുത്താൽ മതി. ഇപ്പം ഞാനെടുത്ത അളവ് ഞാൻ കാണിച്ചു, പക്ഷേ നിങ്ങൾ നല്ലപോലെ ലൂസാക്കി എടുക്കണേ. ഞാൻ ആദ്യം വരാം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, നമ്മൾ എടുത്തിട്ട് നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ഒട്ടിച്ചിട്ട് നമുക്ക് എവിടെയാണോ ലൈൻ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അവിടോട്ട് നമ്മുടെ വിരലും കൊണ്ട് വേണം ഈ പുട്ടി ഇടാനെ കൊണ്ട്. സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ ബ്ലേഡ് വെച്ച് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പണി ചെയ്യുന്ന ആൾക്കാർ തന്നെ ബ്ലേഡ് കൊണ്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരെ വഴക്ക് പറയും. അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ലൈനാണെങ്കിൽ അത്രയ്ക്ക് പ്രശ്നം വരത്തില്ല. ആ സമയം നമ്മൾ ജനലിൻ്റെയോ കതകിൻ്റെയൊക്കെ നമ്മൾ സൈഡ് അടിക്കത്തില്ല. അപ്പോൾ ആ സൈഡ് അടിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ബ്ലേഡ് കൊണ്ടാണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഓരോ ബ്ലേഡ് ഇട്ടിട്ട് പോകുമ്പോഴത്തേന് ആ ബ്ലേഡിൻ്റെ ഒരു പടി കൂട്ട് ഒരു ശകല ഭാഗം അവിടെ കിടക്കും. അവരത് എടുത്ത് തട്ടിക്കളയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വലിച്ചിടണം. വലിച്ചിടാൻ പോയാൽ ചിലപ്പം ടേപ്പിൻ്റെ മണ്ടയിൽ കൂടെ കീറി പാനി വിടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഓരോരോ പീസായിട്ട് ഇങ്ങനെ വലിച്ചിടും. പക്ഷേ എന്നിട്ട് അവർ തുടയ്ക്കാതെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതവിടെ ഇങ്ങനെ പടി കൂട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കളർ അടിച്ച് കഴിയുമ്പം, ഈ ജനലിൻ്റെ കഥേൻ്റെയൊക്കെ കളർ അടിച്ച് കഴിയുമ്പോൾ കാണാം ഇങ്ങനെ പടിപടിയായിട്ട് കിടക്കുന്ന കാണാം. പിന്നെ നമ്മളത് ചിരണ്ടാൻ പോയാൽ പൊട്ടി തെളിഞ്ഞ് കാണും. അപ്പം അങ്ങനെ വരാതിരിക്കാനെ കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തത്. നമ്മൾ കൈ കൊണ്ട് നമ്മുടെ വിരലെടുത്തിട്ട് വിരലോട്ട് ഈ പുട്ടി തേച്ചിട്ട് നമുക്ക് എവിടെയാണോ ലൈൻ കിട്ടേണ്ടത് വെച്ചാൽ അവിടെ നമ്മൾ തേക്കുക. ഇങ്ങനെ ശകലം നീളത്തിൽ തേച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതെന്തിനാണ് തേക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പുട്ടി ഇടാത്ത ഭിത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടേപ്പ് നമ്മൾ എത്ര ഒട്ടിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് വിടവ് കാണും.
അപ്പോൾ ആ വിടവിനകത്തൂടെ നമ്മൾ അടിക്കുന്ന കളറ്, നമ്മൾ ഏത് കളർ അടിച്ചെന്ന് പറഞ്ഞാലും ആ വിടവിനുള്ളിൽ തന്നെ ആ കളറ് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. പറഞ്ഞാൽ 100% ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിനി എങ്ങനെയൊക്കെ കളർ ചെയ്തെന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും ആ കളർ അതിലൂടെ ഇറങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങാതിരിക്കാനാണ് നമ്മൾ ഈ ടേപ്പിൻ്റെ ടേപ്പിനും നമ്മൾ ആ ലൈൻ ഒട്ടിച്ചിട്ടില്ല, ആ ലൈൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ വേണം ഇങ്ങനെ പിടിക്കാൻ. അപ്പോൾ പിടിച്ച് കഴിയുമ്പം ആ ടേപ്പിനകത്തോട് തന്നെ ഈ പുട്ടി കൊണ്ട് ഇത് മൊത്തം ഒന്ന് ഫില്ലായി കഴിയുമ്പം ഒരു കാരണവശാലും ഒരു ശകലം പോലും കളർ താഴോട്ട് ഇറങ്ങത്തില്ല. പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ ഇത് ലൂസാക്കി ചെയ്യണമെന്ന്. അതെന്തിനാത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കട്ടിക്ക് നമ്മളിത് ഇട്ടിട്ട് നമ്മൾ തുടച്ചെടുത്തെന്ന് കൂട്ടിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടേപ്പ് ഇളക്കാൻ പോകുന്നെങ്കിൽ നമുക്ക് എന്നാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ഇളക്കാൻ നേരത്ത് ഈ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടേപ്പ് വലിക്കാൻ നേരത്ത് അത്ര പൊടിഞ്ഞ് ഇനി പോരുന്ന കാണാം. അപ്പോൾ അതും നമുക്ക് പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൂസാക്കി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ടേപ്പ് എടുക്കുന്ന സമയത്ത് ഒരു ശകലം പോലും അവിടെ ഇരിക്കത്തില്ല. കാരണം കറക്റ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് നല്ല ക്ലിയർ ലൈനും കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പെയിൻറ്ററായിട്ട് നമുക്ക് വിലസാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ 2 കോട്ട് അടിച്ചിട്ട് നമ്മളിപ്പോൾ ടേപ്പ് ഇളക്കുക. പിന്നെ ഈ ടേപ്പ് ഇളക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ വലിച്ചു വാരി ഒന്ന് ടേപ്പ് ഇളക്കല്ലേ. ടേപ്പ് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ താഴത്തെയാണ് ഇളക്കുന്നതെങ്കിൽ നമ്മൾ ഇളക്കിയിട്ട് ചരിച്ച് താപ്പോട്ട് പിടിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ കളർ ഇത് നമ്മൾ പുട്ടിയുടെ സാധനം പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ താപ്പോട്ട് ഇത് പിടിക്കാൻ നേരത്ത് അത് ചരിഞ്ഞ് താപ്പോട്ട് തന്നെ വീഴും. അപ്പം നമ്മുടെ ഈ കളറുമായിട്ടോ മറ്റോ ഒന്നുമായിട്ടോ യാതൊരു ബന്ധമില്ല. അപ്പോൾ താഴോട്ട് ചരിച്ചിങ് വലിക്കും. അതുപോലെ തന്നെ മേൾ സൈഡാണ് നമ്മൾ ഇളക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ മെത്തേഡ് നിങ്ങൾ മേപ്പോട്ട് കാണിച്ചാൽ മതി. അപ്പം ഒരു സൈഡിലോട്ട് വലിച്ചിങ് എടുത്തിട്ട് മൊത്തത്തിൽ തട്ടിയും കാണണം. അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, എന്തെങ്കിലും ശകലം പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് മേളി വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ താഴെ പോകും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാനിത് ഒറ്റയ്ക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള കക്ഷിയോട് നമ്മൾ താഴെ ചെയ്തോളാൻ പറഞ്ഞു. കാരണം 2 പേർക്കൂടെ കയറി ഇതിൻ്റെ മണ്ടയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ക്ലിയറായിട്ടൊന്നും കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാനൊന്നും പറ്റാതെ വരും. ഇപ്പം തന്നെ സത്യത്തിൽ ഞാൻ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഈ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ബ്രഷും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അപ്പോൾ ആ ഒരു ബ്രഷ് നമ്മൾ അടിക്കാൻ നേരത്ത് ആ ഒരു ലൈൻ കിട്ടാനൊന്നും ചാൻസ് തീരെ കുറവ്. ഇത് നല്ല ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും കുഴപ്പമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾ ക്ഷമിച്ചേക്കണം. കാരണം നമുക്ക് മറ്റ് നിവർത്തിയില്ല. നമുക്ക് ക്യാമറ പിടിച്ച് തരാനൊന്നും നമ്മുടെ കൂടെ മറ്റാൾക്കാർ ആരുമില്ല. നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പം വന്നാലും നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ആദ്യം തന്നെ നിങ്ങളത് പറയുവാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ക്ലിയർ ലൈനൊക്കെ വരയ്ക്കാൻ പറ്റും. ഇത് പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. എങ്കിലും ഇപ്പോഴും അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, മുമ്പേ നമ്മുടെ കൂട്ടത്തിൽ ഇന്നവർ ചെയ്ത അതാണ്. അത് കണ്ടിട്ടാണ് ഞാൻ അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് അവരെ കാണിച്ച് ഞാൻ കൊടുത്തിട്ടാണ് പിന്നെ ഇപ്പോൾ ബാക്കിയൊക്കെ ചെയ്യുന്നത് അവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ഒരു കാര്യം നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് അംഗീകരിച്ചില്ലെങ്കിൽ തന്നെ നമ്മളത് ശ്രമിച്ച് നോക്കണം. അവർ പറഞ്ഞത് ശരിയാണോ, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. നമുക്കിപ്പോൾ എല്ലാം അറിയാവുന്നവരല്ല എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ 100-ൽ ഞാൻ 1% കുറച്ച് പറയല്ലോ, 100-ൽ 100% ഞാനിപ്പം പറഞ്ഞ കാര്യം ഉറപ്പായിട്ടും നല്ല അടിപൊളിയായിട്ട് മാറിയിരിക്കും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം നമ്മൾ ചെയ്ത ഇത് കണ്ടല്ലേ, ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യം കണ്ടതും ഇപ്പം ഞാൻ ഈ കാണിച്ചു കൊടുത്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിപ്പോൾ നമ്മുടെ ഈ ഫോണിൻ്റെ ക്യാമറ സ്വല്പം കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ക്ലിയറായിട്ട് കിട്ടാത്തത്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. ഇത് കണ്ടല്ലേ, നമ്മൾ ആദ്യം ചെയ്തതാണ്. അവർ കൂടെ നിന്നവർ ആദ്യം ചെയ്ത വർക്കാണിത്. അവർ ചെയ്തതും ഞാൻ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ വലിയ പെയിൻറ്റർമാരോ ഒന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ പുട്ടിയിടാത്ത ഭിത്തിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മാസ്കിൻ്റെ പൊട്ടിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്, നമ്മൾ പുട്ടിയിട്ട ഭിത്തിയിൽ നമ്മൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ കളർ അടിച്ചിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ മാസ്കിൻ ടേപ്പിൻ്റെ പുറത്ത് നമ്മൾ ആ ഒട്ടിച്ച കളറും നമ്മൾ അടിച്ച കളറും ആ പുട്ടി ഉൾപ്പെടെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്ന കാണാം. നമ്മളപ്പോൾ അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുട്ടിയെടുത്ത് ആ ഇളകിയ ഭാഗത്ത് ടച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ കറക്റ്റ് ജനലിൻ്റെ കളറോ ഭിത്തി കളറോ ഒക്കെ ഇട്ട് ടച്ച് ചെയ്യുക. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിപ്പം വേറൊരു മാർഗ്ഗം പറഞ്ഞുതരാം.
കണ്ടില്ലേ. ഇപ്പോൾ നമ്മളിത് കണ്ടില്ല, നമ്മൾ സാധാരണ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ടേപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ശരിക്കും അങ്ങ് ഒട്ടിച്ച് പോകും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പശ കുറഞ്ഞ ടേപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഇത്ര പണിപ്പാട് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളർ അടിക്കുക. അപ്പോൾ നമ്മളിത് പൊട്ടിയൊന്നും തേക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഒട്ടിച്ചിട്ട് കളർ അടിക്കുക. അപ്പോൾ ഇതാ തീർത്ത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള 2 കോട്ടല്ലേ, അപ്പോൾ 2 കോട്ട് കളർ നമ്മൾ അടിക്കുന്നു. അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് ശരം വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് അതായത് വേസ്റ്റ് മുക്കി നമ്മളെടുത്തിട്ട് കണ്ടില്ല, ഇത് കണ്ടല്ലേ, നമ്മൾ ആ വേസ്റ്റ് പിഴിഞ്ഞിട്ട് നമ്മൾ ആ ഇപ്പം ഞാനിത് ഉണങ്ങാതാണ് കാണിക്കുന്നത് കേട്ടോ, കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഉണങ്ങിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കളർ മൊത്തം നമ്മുടെ കയ്യിലിരിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണങ്ങിയ ശേഷം ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം മുക്കി ആ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ മാസ്കിൻ ടേപ്പിൻ്റെ നമുക്ക് ലൈൻ കിട്ടിയില്ല, അവിടോട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് പിടിക്കും. അപ്പോൾ ഈ തേച്ച് പിടിപ്പിക്കാൻ നേരത്ത് ഈ മാസ്കിൻ ടേപ്പിൽ വെള്ളം പറ്റുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഇതാകും. കാരണം നമ്മൾ ഹാർഡായിരിക്കുന്ന സാധനം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകും. ആ സോഫ്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് വലിച്ചിളക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും ചെറിയ തോതിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമുക്ക് എവിടെയാണോ ലൈൻ വേണ്ടത് അവിടെ മാത്രം നമ്മൾ ടേപ്പിൻ്റെ തുമ്പ് ഒട്ടിക്കുക. ബാക്കി സൈഡ് ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ കളത്തി വെച്ചേക്കുക. ഉദ്ദേശം നമുക്ക് അത്രയും വെറുതെ അതിനകത്ത് ഒട്ടിച്ച് പശ പിടിപ്പിച്ച് കളയേണ്ടതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ കളർ അടിക്കിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നമ്മളിങ്ങനെ വലിച്ചിളക്കണം. നമുക്ക് എവിടെയാണോ എത്രയും നമുക്ക് കളർ അടിച്ച് കിട്ടണം അത്രയും നമുക്ക് നിങ്ങൾ ഒരു കോട്ട് കളർ കുറച്ചുകൂടെ അങ്ങോട്ട് അടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് അതിന് വേണമെങ്കിൽ സെക്കൻഡ് അടിക്കുക. സെക്കൻഡ് അടിച്ചിട്ട് കളഞ്ഞാൽ മതി. അപ്പോഴും നമുക്ക് ഈ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല. അപ്പം ഇതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പം നമ്മൾ ചെയ്തൊരു വർക്കാണിത്, നിങ്ങളിത് കണ്ടില്ലേ. ഇനി ഇതിനകത്ത് ഇഷ്ടംപോലെ ഡിസൈനൊക്കെ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്കൊരു വീഡിയോ ഇടാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇനിയും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും തരിക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.